ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. മനുഷ്യചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വ്യക്തികളിൽ കൂടിയാണ് മനുഷ്യ സമൂഹം ഉടലെടുക്കുന്നത്. കാലാകാലങ്ങളിൽ വ്യക്തികളിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നു. ഇപ്രകാരം ദൈവം എഴുന്നേൽപ്പിച്ച ശിംശോനെക്കുറിച്ചുള്ള പഠനം നാം തുടരുകയാണല്ലോ. ശിംശോൻ്റെ ജീവിതത്തിലെ പലതര വീഴ്ചകളെക്കുറിച്ച് നാം കണ്ടു കഴിഞ്ഞു. ഈ വീഴ്ചകളുടെ മധ്യത്തിൽ ദൈവം എപ്രകാരം പ്രവർത്തിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. ശിംശോൻ്റെ തിരഞ്ഞെടുപ്പ് സ്വയമായുള്ളതായിരുന്നു. ദൈവത്തോട് താൻ ആലോചന ചോദിച്ചതായി വചനത്തിൽ കാണുന്നില്ല. ഫെലിസ്ത്യ യുവതിയുമായുള്ള വിവാഹം ദൈവം സമ്മതിച്ചതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ന്യായാധിപന്മാർ 14:4 പറയുന്നത് ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. മാനുഷിക ചിന്തയ്ക്കോ യുക്തിക്കോ മറഞ്ഞു കിടക്കുന്നതാണ് ദൈവീക പ്രവർത്തനങ്ങൾ. വചനം പരിശോധിച്ചാൽ ഇതിനെ സാധൂകരിക്കുന്ന പല ഉദാഹരണങ്ങളും കാണാം. ഹോശേയ 1:2 ഹോശേയ പ്രവാചകനോട് ദൈവം പറയുന്നത്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. മാനുഷിക ബുദ്ധിക്കോ യുക്തിക്കോ ധാർമ്മികതയ്ക്കോ നിരക്കാത്ത കാര്യങ്ങൾ ദൈവം എന്തുകൊണ്ട് പറയുന്നു ചെയ്യുന്നു എന്ന് തോന്നാം. ഇതിനുത്തരം യെശയ്യാവ് 55:8 പറയുന്നത് തന്നെ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അത് നാം ആമുഖത്തിൽ കണ്ടു കഴിഞ്ഞു. റോമാലേഖനം 11:33 ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ പൗലോസ് കണ്ട് സ്തംഭിച്ച് ഇപ്രകാരം എഴുതി, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു. നമുക്ക് ശിംശോനിലേക്ക് മടങ്ങി വരാം. അവൻ്റെ മാതാപിതാക്കൾക്ക് മറഞ്ഞു കിടന്നിരുന്നുവെങ്കിലും സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു. ദൈവം വ്യക്തികളോടും സാഹചര്യങ്ങളോടും ഇടപെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ദൈവം ശിംശോന് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എന്നാൽ ശിംശോൻ എന്ന വ്യക്തിയുടെ ന്യൂനതകൾ, അവനിൽ കൂടി ഫെലിസ്ത്യരെ നിഗ്രഹിക്കുക എന്ന ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചത് എങ്ങനെയെന്ന് ന്യായാധിപന്മാർ 14:4 അവസാന ഭാഗത്ത് കാണാം. അവൻ, അതായത് ദൈവം, ഫിലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് അന്നത്തെ സാഹചര്യവും പശ്ചാത്തലവും ന്യായാധിപന്മാർ 13:1 പറയുന്നുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തെയും വ്യക്തിയുടെ ബലഹീനതയെയും ഫിലിസ്ത്യരുടെ നേരെയുള്ള അവസരത്തിനായി ദൈവം വിനിയോഗിച്ചു. സംഘടിതമായി ഫിലിസ്ത്യരോട് പോരാടുക എന്നത് ശിംശോൻ്റെ സ്വഭാവത്തിന് അന്യമായിരുന്നു. അവനെ ഫിലിസ്ത്യ പാളയത്തിലേക്ക് ആകർഷിക്കുന്ന ഘടകം ഉപയോഗിച്ച് ഫിലിസ്ത്യരുമായി ജീവിതാവസാനം വരെ പോരടിപ്പിക്കുക എന്ന പ്രക്രിയ ദൈവം നടപ്പിലാക്കി. തന്മൂലം ശിംശോൻ എന്ന വ്യക്തി ഫിലിസ്ത്യർക്കൊരു ഭീഷണിയായി മാറി. അവൻ്റെ സാന്നിധ്യം അവരുടെ സ്വസ്ഥത കെടുത്തി. അവരുടെ ശ്രദ്ധ മുഴുവൻ ഇസ്രയേൽ എന്ന ജാതിയിൽ നിന്ന് ശിംശോൻ എന്ന ഏക വ്യക്തിയിലേക്ക് മാറ്റുവാൻ അവൻ്റെ സ്വഭാവ വൈകല്യങ്ങൾ ദൈവം ഉപയോഗിച്ചു. അവൻ്റെ ബുദ്ധി, യൗവനം എന്നിവ പ്രയോജനപ്പെടുത്തി ജീവിതകാലം മുഴുവൻ അവൻ ഫിലിസ്ത്യരെ വിഡ്ഢികളാക്കി. കണ്ണ് നഷ്ടപ്പെട്ടെങ്കിലും അവൻ്റെ കൗശലത്തിന് കുറവുണ്ടായില്ല. ന്യായാധിപന്മാർ 16:26 തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട്, ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ. അവരുടെ നാശം ശിംശോൻ സാധ്യമാക്കിയത് അവരുടെ തന്നെ സഹായം കൊണ്ട്. ദൈവിക പ്രവർത്തനങ്ങൾ മനുഷ്യന് ഗ്രഹിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ന്യായാധിപന്മാർ 16:22 അതിൻ്റെ മുൻപും പിൻപുമുള്ള വാക്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. ശിംശോൻ്റെ ചരിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ ശിംശോനോ ഫെലിസ്ത്യരോ ഗ്രഹിക്കാത്തൊരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വായനക്കാരെ അറിയിക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സമയമായി.
ഫെലിസ്ത്യർ തങ്ങളുടെ 1 നമ്പർ ശത്രുവിനെ ബന്ധനസ്ഥനാക്കിയ സന്തോഷത്തിൽ മതിമറന്ന് അവൻ്റെ തലമുടി എന്ന അവരുടെ ശത്രുവിൻ്റെ വളർച്ച അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അല്ലെങ്കിൽ ദൈവം അവർക്ക് മറച്ചു വെച്ചു. അവൻ്റെ ശക്തിയുടെ രഹസ്യം ചതിവിൽ കൂടി അവർ മനസ്സിലാക്കി. ആ രഹസ്യം ശിംശോനെതിരായി ഫലപ്രദമായി ഉപയോഗിക്കുവാനുള്ള ജാഗ്രത അവർക്കില്ലാതെ പോയി. അല്ലെങ്കിൽ ദൈവം അത് അനുവദിച്ചില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം ഫെലിസ്ത്യർക്ക് സംഭവിച്ചു. ശിംശോൻ്റെ തലമുടി വെട്ടുക എന്നത് അവർ മറന്നിരുന്നു. ഓരോ ദിവസത്തെയും മുടിയുടെ വളർച്ച അവരുടെ നാശത്തിലേക്കുള്ള പടികളായിരുന്നു. അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ന്യായാധിപന്മാർ 16:30 അവസാന ഭാഗം. അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. ശിംശോൻ്റെ ചരിത്രം അനേകം ആത്മീയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് പ്രത്യേക ശുശ്രൂഷയ്ക്കാക്കുന്നു. നാം വിശ്വസ്തരല്ലെങ്കിലും ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുന്നു. യോനയുടെ ചരിത്രം അതിനുദാഹരണമാണ്. നിനവയിലെ ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നത് ദൈവിക പദ്ധതിയായിരുന്നു. അതിന് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് യോന. എന്നാൽ യോനയ്ക്ക് നിനവക്കാരെക്കുറിച്ച് ചില മുൻവിധികളുണ്ടായിരുന്നു. അങ്ങനെയാണ് താൻ തർശീശിലേക്ക് പോകുന്നത്. എന്നാൽ അനുസരണക്കേട് കാണിച്ച യോനായെ കൊണ്ട് തന്നെ ദൈവം തൻ്റെ പദ്ധതി നടപ്പാക്കി. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. ജാതി, വർഗ, വർണ്ണ, ദേശ ഭേദമന്യേ എല്ലാവരെയും വീണ്ടെടുക്കുക എന്നത് ദൈവത്തിൻ്റെ ലക്ഷ്യമാണ്. അത് സാധ്യമാക്കുന്നതിന് ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു നാളും വിഘ്നം സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മെ നിയോഗിച്ച ദൗത്യത്തിൽ നിന്ന് നാം വ്യതിചലിച്ച് സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുകയില്ല. ദൈവം ശിംശോനെ പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ചു. തൻ്റെ വഴിവിട്ട ജീവിതം മൂലം ദൈവിക ശിക്ഷ താൻ ഏറ്റുവാങ്ങി. ഒടുവിൽ താൻ ഏത് ശത്രുക്കളെ വിഡ്ഢികളാക്കിയോ അവരുടെ മുൻപിൽ ഒരു കോമാളിയായി അവരോടൊപ്പം മരിക്കേണ്ടി വന്നു. ദൈവിക പ്രവർത്തനത്തിൻ്റെ വിവിധ തലങ്ങൾ നാം ശിംശോനോടുള്ള ബന്ധത്തിൽ കണ്ടു. ഇതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.